വെൽക്കം ബാക്ക് ടു ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡോണർ IVFനെ പറ്റിയിട്ടാണ്. ഡോണർ IVFനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഡോണർ IVFന്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ എങ്ങനെയാണെന്നും ആർക്കാണ് ഡോണർ ആകാൻ യോഗ്യതയുള്ളതെന്നും എങ്ങനെയാണ് ഡോണറിനെ സെലക്ട് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഡോണർ IVFനെ റിലേറ്റ് ചെയ്തുള്ള നിങ്ങളുടെ മനസ്സിൽ വരുന്ന കുറച്ച് ഡൗട്ട്സും കൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വേഗം ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഇനിയും ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. IVFൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ലാബിലെ എഗ്ഗും സ്പേമും യുണൈറ്റ് ചെയ്താണ് എംബ്രിയോ ഫോം ആക്കുന്നത്. ആ എംബ്രിയോ ആണ് നിങ്ങളുടെ യൂട്രസിൽ നിക്ഷേപിക്കുന്നത്. അതിനുശേഷം ആ എംബ്രിയോ നിങ്ങളുടെ യൂട്രസിൽ ഇംപ്ലാന്റ് ആകും. അതിനുശേഷം പ്രഗ്നൻസി പോസിറ്റീവ് ആകും. എല്ലാ സ്ത്രീകളും ജനിക്കുമ്പോൾ തന്നെ എഗ്ഗിൻ്റെ ഒരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അവർക്ക് കാണും. ആ കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലും ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് എഗ്ഗിൽ നിന്നും എല്ലാ മാസവും വിഡ്രോവൽ സംഭവിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈമിൽ അത് തീർന്നു പോകും. അപ്പോഴാണ് മെനോപോസ് സംഭവിക്കുന്നത്. ചിലപ്പോൾ ചില ആളുകളിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയ റീസൺസ് മൂലം എഗ് റിസർവ് എളുപ്പം കുറഞ്ഞു പോകും. അപ്പോൾ അവർക്ക് ഈ ഡോണർ എഗ്ഗിന്റെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ഡോണർ ഏജൻസിയിൽ നിന്നും സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലുക്സുമായി മാച്ച് ചെയ്യുന്ന ഡോണറിനെയാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാ മെഡിക്കൽ ടെസ്റ്റും ഡോണറിന് ചെയ്ത് നോക്കും. ഡോണർ മാരീഡ് ആയിരിക്കണം, അവർക്ക് കുഞ്ഞും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഡോണർ ആകാൻ സാധിക്കത്തുള്ളൂ. സെലക്ട് ചെയ്ത ഡോണറിന് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ടാണ് അവരുടെ എഗ്ഗ് എടുക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സ്പേമുമായിട്ട് യുണൈറ്റ് ആക്കി എംബ്രിയോ ഫോം ആക്കും. എന്നിട്ട് ആ എംബ്രിയോ നിങ്ങളുടെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഡോണർ IVF ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിൽ വരുന്ന കുറച്ച് ഡൗട്ട്സ് ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡോണർ IVFലൂടെ ഉണ്ടാവുന്ന കുഞ്ഞ് നിങ്ങളെ പോലെ തന്നെ ആയിരിക്കുമോ കാണാൻ എന്ന് ഒരുപാട് പേര് ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോണർ ആകുന്ന ആ ഒരു സ്ത്രീയെ നിങ്ങളുടെ ലുക്സ് ഒക്കെ നോക്കിയിട്ട് ഏകദേശം സെയിം പോലെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഡോണർ ആക്കുന്നത്. അപ്പോൾ നാച്ചുറൽ കൺസെപ്ഷനിലും അമ്മയുടെ തനി പകർപ്പ് കുഞ്ഞുങ്ങൾ ആകാറില്ല. അപ്പോൾ അതുപോലെ തന്നെ ഡോണർ IVFലും നിങ്ങളുടെ കുഞ്ഞ് എക്സാക്ട്ലി നിങ്ങളെ പോലെ ആയിരിക്കില്ല. ബട്ട് കുറച്ച് സാമ്യമൊക്കെ എന്തായാലും കാണും. രണ്ടാമതായിട്ടുള്ള ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ്, ഡോണർ IVF ആണ് ചെയ്തതെന്ന് മറ്റ് ഫാമിലി മെമ്പേഴ്സിനോ റിലേറ്റീവ്സിനോ പരിചയത്തിലുള്ള ആർക്കെങ്കിലുമോ പിന്നീട് കുഞ്ഞുണ്ടായതിനു ശേഷം മനസ്സിലാകുമോ എന്ന്. അപ്പോൾ നിങ്ങൾ സ്വയമായിട്ട് മറ്റാരോടെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞില്ല എങ്കിൽ ആർക്കും ഈ ഒരു കാര്യം മനസ്സിലാകാൻ പോകുന്നില്ല. മൂന്നാമതായിട്ട് ഒരുപാട് പേരുടെ മറ്റൊരു ഡൗട്ടാണ്, ഡോണർ IVF ചെയ്ത് കുഞ്ഞായി കഴിഞ്ഞാൽ ആ കുഞ്ഞും അമ്മയും തമ്മിൽ അറ്റാച്ച്മെന്റ് കുറവാകുമോ എന്ന്. അപ്പോൾ ഇവന്തോ ജീൻസ് നിങ്ങളുടെ അല്ല എങ്കിൽ പോലും ആ കുഞ്ഞ് നിങ്ങളുടെ യൂട്രസിലല്ലേ വളരുന്നത്. ആ കുഞ്ഞിനെ നിങ്ങളുടെ യൂട്രസല്ലേ 9 മാസം ചുമക്കുന്നത്. അപ്പോൾ എന്തായാലും അറ്റാച്ച്മെന്റ് ഉണ്ടാകും. പക്ഷെ എല്ലാത്തിനും മുമ്പായിട്ട് നിങ്ങൾ മെന്റലി പ്രിപ്പയർ ആയിരിക്കണം. എന്നതിന് ശേഷം മാത്രമേ ഈ ഒരു ഡോണർ IVF പ്രൊസീജിയർ ചെയ്യാനായിട്ട് നിങ്ങൾ പുറപ്പെടാവൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെയോ ഇൻസ്റ്റഗ്രാം പേജിലൂടെയോ മെയിലിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലായിടത്തും എല്ലാ നേരവും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് പ്രത്യേകമായിട്ട് വീഡിയോ ആയിട്ട് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എത്രയും വേഗം തന്നെ വീഡിയോ ആക്കി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ
ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.